നമസ്കാരം. ലാസ്റ്റ് വീഡിയോക്ക് വന്നൊരു കമന്റ് ആണ്. അത് ഒരു ഡോക്ടറാണ് പ്രൈവറ്റ് ആയിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചതാ. ഒരു ചക്ക വീണിട്ട് മുയല് ചത്തു എന്ന് വെച്ചിട്ട് എപ്പോഴും ചക്ക വീഴുമ്പോൾ മുയൽ ചാവണമെന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഈ മാസം 24-ാം തീയതി വന്ന ഒരു കേസാണ്. ഒരു കുഞ്ഞാണ്, 4-5 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പം പനിയാണ്. അപ്പൊ അത് വന്നു. ആദ്യത്തെ ദിവസം മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അവര് ചുമയായിട്ട് വീണ്ടും കൊണ്ടുവന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല കഫക്കെട്ടുണ്ട്. SpO2 നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഹാർട്ട് ബീറ്റ് അല്പം കൂടുതലാണ്, SpO2 അല്പം കുറവുമാണ്. അപ്പൊ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ബ്ലഡ് ചെക്ക് ചെയ്തു. അതിന്റെ റിപ്പോർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് CRP പോസിറ്റീവ് ആണ്. ബാക്കിയുള്ള റിപ്പോർട്ടുകളെല്ലാം നോക്കിയാൽ കാണാമല്ലോ. അതിനകത്ത് റിലവന്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് CRP പോസിറ്റീവ് ആണ്. അതായത് ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് മോസ്റ്റ് പ്രോബബ്ലി അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കാം. അങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവര് 3 ദിവസം കഴിഞ്ഞിട്ട് വന്നു. കുഞ്ഞിന് നല്ല കുറവുണ്ട്. ചെസ്റ്റിലെ ആ റോങ്കെ അതെല്ലാം മാറി, ചുമയില്ല, പനി നല്ല കുറവുണ്ട്. ബ്ലഡ് റിപ്പോർട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ബ്ലഡ് റിപ്പോർട്ട് വന്നു. ബ്ലഡ് റിപ്പോർട്ടാണ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ CRP നെഗറ്റീവ് അയക്കുന്നത് 3 ദിവസം കൊണ്ടാണ്. അപ്പം ഇത് കാണുന്ന ഡോക്ടർമാർ ഇത് കാണുമ്പോൾ അവർക്കൊന്ന് മനസ്സിലാവും ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് റിലവൻസ് എന്നുള്ളത്. കാരണം സാധാരണഗതിയിൽ CRP പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അത് നെഗറ്റീവ് ആവാറില്ല. അതായത് അസുഖം മാറിയാലും CRP നെഗറ്റീവ് ആവാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ എടുക്കാറുണ്ട് സാധാരണ കേസിൽ. ഇത് ഏർലി ഡിറ്റക്ഷൻ ആയതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ വലുതായിട്ട് കൂടാത്ത കേസ് ആയതുകൊണ്ടും ഇത് പെട്ടെന്ന് ശരിയായതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ സിംറ്റം മാറുന്നു അല്ലെങ്കിൽ അസുഖം കുറയുന്നു എന്ന് രോഗി വിചാരിക്കുന്നു, അല്ലെങ്കിൽ പ്ലാസിബോ എഫക്റ്റ് ആണ്. ഇതൊക്കെ ഇപ്പം ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഹോമിയോപ്പതിക്കെതിരെയുള്ള വീഡിയോയും, അതായത് ഒരു പണിയും ഇല്ലാത്ത ആൾക്കാരാണ്. എനിക്കതില് ചില ആൾക്കാരുടെ വേഷം കാണുന്ന സമയത്ത് തന്നെ എനിക്ക് ചിരി വരും. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓടി ഇറങ്ങി വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് പോലെ തോന്നും അവരുടെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ. അപ്പൊ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, എനിക്ക് വരുന്ന 90% രോഗികളും അലോപ്പതി കഴിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് കുറവില്ല ഡോക്ടറെ, ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു, ഈ ഡോക്ടറെ പോയി കണ്ടു, പക്ഷെ എനിക്കത് കുറയുന്നില്ല, എന്നാ പിന്നെ ഹോമിയോപ്പതി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പല കേസുകളും, 90% കേസുകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു മെയിൻ സ്ട്രീം ട്രീറ്റ്മെന്റ് അല്ല. മെയിൻ സ്ട്രീം ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും മോഡേൺ മെഡിസിൻ തന്നെയാണ്. നമ്മൾ അതിനെ എപ്പോഴും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഇവർ എന്തിനാണ് ഹോമിയോപ്പതി ഇത്ര പേടിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഹോമിയോപ്പതിയിൽ അങ്ങനെ ഹ്യൂജ് എക്സ്പെൻസ് വരുന്നതേ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഹ്യൂജ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഒരു പനിക്ക് മരുന്നിന് വന്നു കഴിഞ്ഞാൽ 150 രൂപ അല്ലെ 200 രൂപ, അങ്ങനെ ഏറ്റവും പോയാൽ 300 രൂപ. ഇത് സ്റ്റോണിന് മരുന്ന് വാങ്ങിക്കാനാണെങ്കിലും അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും ഒരു ഹോമിയോ ഡോക്ടർമാരും ചാർജ് ചെയ്യുന്നില്ല. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നു, നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ 300 രൂപ കൊണ്ട് കാര്യം നടക്കുമോ? നടക്കത്തില്ല. നമ്മൾ മോഡേൺ മെഡിസിനെ ആശ്രയിച്ചേ പറ്റൂ. മോഡേൺ മെഡിസിനെ ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ചില ഡോക്ടർമാർ, എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഇത് ഡോക്ടർമാരെന്നുള്ള രീതിയിലല്ല. ഒരു ഡോക്ടർ ആവുന്നതിന് മുന്നേ ഒരു ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ അതല്ലെങ്കിൽ ടീച്ചർ ആണോ, ഇപ്പൊ തന്നെ MDMA ഉപയോഗിക്കുന്ന ടീച്ചർമാർ, ഇപ്പൊ നമ്മളെ പ്രൊഫഷൻ രണ്ടാമത്തെ കാര്യമാണ്. പേഴ്സണാലിറ്റിയാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു നല്ല ഡോക്ടർ ആവുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നല്ലൊരു മനുഷ്യനാവണം. എന്നാലേ നമ്മൾ ആ ഒരു പ്രൊഫഷനിൽ നമുക്കൊരു എക്സലൻസ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മള് നല്ല തിരക്കുള്ള ഡോക്ടറാണ്, ഭയങ്കര പഠിച്ച ഡോക്ടറാണ്, ഭയങ്കര കഴിവുള്ള ഡോക്ടറാണ്, ഭയങ്കര കാശുള്ള ഡോക്ടറാണ്, പക്ഷെ ആൾക്കാരോട് പെരുമാറാൻ അറിയത്തില്ല. അതായത് ഒരു സഹാനുഭൂതി ഇല്ല. ഇപ്പൊ ഈ പറയുന്ന ഹോമിയോ ഡോക്ടർമാരായാലും ആയുർവേദ ഡോക്ടർമാരായാലും ഇവരാരും അലോപ്പതി ഡോക്ടർമാരുടെ കഞ്ഞിയിൽ പാറ്റിയിടാൻ പോകുന്ന ആൾക്കാരല്ല. പക്ഷെ അവരങ്ങനാണ് കാണുന്നത്. അവര് നോക്കുന്നത് ഹോമിയോപ്പതിയും ആയുർവേദവും അല്ലെങ്കിൽ ആയുഷ് സിസ്റ്റം മൊത്തം ഇല്ലാതായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്കൊരു പനി വന്നാലും തുമ്മൽ വന്നാലും ഒരു കാല് മുറിഞ്ഞാലും കൈ മുറിഞ്ഞാലും ചെറിയ ചെറിയ കേസുകൾ, അങ്ങനെ എന്ത് ചെറിയ ചെറിയ കേസുകളാണെങ്കിലും ആൾക്കാർക്ക് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, മോഡേൺ മെഡിസിൻ. അപ്പൊ ആ ഒരു രീതിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള കുൽസിതപരമായ ശ്രമങ്ങളാണ് ഈ ഫേസ്ബുക്ക് വഴി നടക്കുന്നത്. അതിനിടയ്ക്ക് അയർലൻഡിൽ നിന്ന് ഒരാളുടെ പോസ്റ്റ് കണ്ടു. നോക്കിയപ്പോ അയാളത്തെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളാണ്, ഡോക്ടറൊന്നും അല്ല. പുള്ളി എഴുതിയേക്കുന്നത് വായിക്കണമെന്നുണ്ടെങ്കിൽ, അത്രയൊക്കെ വായിക്കാനാണെങ്കിൽ ഞാൻ ഭയങ്കര essay പോലാണ്, 6-7 പേജൊക്കെയാണ് പുള്ളി കുത്തിയിരുന്ന് എഴുതിയേക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊന്നും വേറെ പണിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുക എന്ന് പറയുന്നത് തന്നെ വലിയ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക, അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കളയുക, അങ്ങനെ ഒരുപാട് സമയം എടുക്കും. റെൻഡർ ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, കേവലം ഒരു ഹോമിയോ ഡോക്ടറായ എനിക്ക് അതിന് കൃത്യമായ സമയം കിട്ടുന്നില്ല. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പോലും
ഞാൻ ഇന്നലെ രാത്രി മുതൽ റെക്കോർഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടാഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ ക്ലിനിക്കിലോട്ട് പോകുന്ന വഴിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇനിയിപ്പം അവിടെ ചെന്നത് ഇരുന്നിട്ട് വേണം ഇത് ഒന്ന് കണ്ടു നോക്കി ആവശ്യമുള്ളതെല്ലാം എടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ ഗ്യാപ്പൊക്കെ ഉള്ളത് കളഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ. അപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നല്ലപോലെ സമയമുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ഫേസ്ബുക്കിലെ ഈ വീഡിയോ അപ്ലോഡിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകിൽ വേറെ ആൾക്കാർ വേണം. അതായത് നമ്മളൊരു ആങ്കറായിട്ട് നമ്മൾ നിൽക്കുക, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേറെ ആൾക്കാർ, എഡിറ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ, അപ്ലോഡ് ചെയ്യാൻ ഒരു ടീം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് 300 രൂപയുടെ ബിസിനസ് നടക്കേണ്ടടുത്ത് 3000 രൂപയുടെ ബിസിനസ് നടക്കും. മോഡേൺ മെഡിസിൻ ആണ്. അപ്പം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. ഇപ്പൊ തന്നെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് ഈ ഏപ്രിലൊക്കെ ഇട്ടിരുന്ന് വന്നിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് ആ ഓരോ വീഡിയോയ്ക്ക് പുള്ളിക്ക് എത്ര രൂപ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. കാരണം അതിനൊക്കെ ആൾക്കാരുണ്ടെന്ന്. കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇത് പിന്നെ ആ ഒരു ചുറ്റുമുള്ള ചെറുകിട ഇൻഡസ്ട്രികളെയൊക്കെ തകർന്നു പോയാലേ ഈ വൻകിട ഇൻഡസ്ട്രിക്ക് ഇനിയും ഇങ്ങനെ മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ വാസ്തവം.